വിഴിഞ്ഞം തുറമുഖവുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നം തന്നെയാണ്. ഇതിൽ എല്ലാ കാര്യങ്ങളും പരിശോധിക്കുമ്പോൾ നേരത്തെ തന്നെ മുൻകൂറായി ആലോചിച്ചുറപ്പിച്ച ഒരു കച്ചവട രീതിയിലാണ് കാര്യങ്ങൾ കാണാൻ കഴിയുന്നത്. സെബി ലിസ്റ്റിംഗ് ഓഫ് ഒബ്ലിഗേഷൻസ് ആൻഡ് ഡിസ്ക്ലോഷർ റിക്വയർമെൻറ്റ്സ് 2015 പ്രകാരം ഓഹരി കൈമാറ്റം സുതാര്യമായിരിക്കണമെന്നും ഇത് സംബന്ധിച്ച എല്ലാ കാര്യങ്ങളും സ്റ്റോക്ക് എക്സ്ചേഞ്ച് അധികാരികളെ അറിയിക്കണമെന്നുമാണ് വ്യവസ്ഥ ചെയ്തിട്ടുള്ളത്. എന്നാൽ വസ്തുത പരിശോധിച്ചാൽ ഈ സെബി അധികാരികൾക്ക് മുൻപാകെയും കാര്യങ്ങൾ സുതാര്യമായി അറിയിച്ചിട്ടില്ല. ഇത്തരമൊരു സാഹചര്യത്തിൽ ഇതിൽ ഉയർന്നു വന്നിട്ടുള്ള കരാർ ലംഘനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും അതോടൊപ്പം തന്നെ പൊതു താൽപ്പര്യത്തിനും ദേശീയ സുരക്ഷയ്ക്കും വിരുദ്ധമായ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ച് സെബിക്കും സ്റ്റോക്ക് എക്സ്ചേഞ്ച് അധികാരികൾക്കും ഇന്നലെ ഞാൻ കത്തയച്ചിട്ടുണ്ട്. സംസ്ഥാന സർക്കാർ ഈ വിഷയത്തിൽ അടിയന്തര നടപടി സ്വീകരിക്കുന്നതായി കാണുന്നില്ല. ആവശ്യമായ ജാഗ്രതയും സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നില്ല. അതുകൊണ്ടാണ് ഇത്തരമൊരു കത്തയക്കാനിടയായത്. സംസ്ഥാന സർക്കാരുമായി നേരത്തെ അദാനി ഒപ്പിട്ട കരാറിൽ ക്ലോസ് 5.3.1 പ്രകാരം ഉടമസ്ഥാവകാശം മാറുന്നതിന് സർക്കാരിൻ്റെ മുൻകൂർ അനുമതി വേണമെന്ന് വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. ഓഹരി കൈമാറുന്ന കാര്യത്തിലും സമാനമായ നിയന്ത്രണമുണ്ട്. ഒറ്റക്കോ കൂട്ടായോ 25% മുകളിൽ ആർക്കെങ്കിലും ഓഹരി കൈമാറുന്നതിനും മുൻകൂർ അനുമതി ആവശ്യമാണ്. അദാനി ഗ്രൂപ്പിന് ഉടമസ്ഥാവകാശം മൊത്തത്തിലോ ഓഹരി കൈമാറ്റത്തിലോ സംസ്ഥാന സർക്കാരിൻ്റെ മുൻകൂർ അനുമതി ഇല്ലാതെ കഴിയില്ല. ഇതാണ് ക്ലോസ് 5.3 വ്യക്തമാക്കിയിട്ടുള്ളത്. എന്നാൽ സെബിയെ ഓഹരി കൈമാറ്റം സംബന്ധിച്ച കരാർ ഏർപ്പെട്ടതായി അറിയിക്കുന്നുണ്ട്. പക്ഷേ ആ ഘട്ടത്തിൽ സംസ്ഥാന സർക്കാരിനെ അറിയിച്ചിട്ടില്ല. സംസ്ഥാന സർക്കാരിൻ്റെ മുൻകൂർ അനുമതി തേടുക എന്നത് കേവലമായൊരു സാങ്കേതികതയല്ല. ഇത്തരമൊരു കൈമാറ്റത്തിൻ്റെ ആവശ്യകത പരിശോധിക്കാൻ സംസ്ഥാന സർക്കാരിന് അവകാശമുണ്ട്. ഇതൊക്കെ ലംഘിച്ചാണ് അദാനി ഗ്രൂപ്പ് മുന്നോട്ട് പോകുന്നത്.